ഹായ് എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ കുട്ടികൾ വന്നിട്ടുണ്ട്. നല്ല സന്തോഷമുള്ള ദിവസമാണ്. പറയാതെ പെട്ടെന്ന് വന്നതാണ് കേട്ടോ. ഏട്ടമ്മ വിളിച്ചിരുന്നു, പക്ഷെ ഏട്ടമ്മ ഇടയ്ക്ക് വിളിക്കണതാണ്. ഏട്ടമ്മ എന്നെ ഒന്ന് സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ച് വിളിച്ചതാണ്. അപ്പം സാധാരണ അങ്ങനെ വിളിക്കണ ദിവസം അങ്ങനെ വിശേഷം അമ്മേന്റെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ വിളിക്കലുണ്ട്. ഞാൻ അത്രേ വിചാരിച്ചുള്ളൂ, വരുന്നത് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഇവിടെ മുറ്റത്ത് എത്തിയപ്പോഴാണ് കിളി പോയി. ഞാൻ വണ്ടിരുന്ന് വിളിച്ചു, അപ്പനോട് പറഞ്ഞു അടുത്ത മാസം വരികയായിരുന്നു. അപ്പൊ തിരക്കാണ്, പിന്നെ വിളിക്കാൻ കട്ടാക്കി. പിന്നെ വീട്ടിലെത്തിയപ്പോ കുറച്ച് നേരെ മുന്നില് ക്ലാസ്സല്ലേ, അപ്പൊ പിന്നെ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഓടി ഓടി ഒരാള് ബാക്കിൽ ഒരാൾ ഇതിലേക്ക് ഓടുന്നുണ്ട്. അപ്പൊ നല്ല സന്തോഷമുണ്ട്. പക്ഷെ അപ്പൂസൊക്കെ സ്കൂളിൽ പോയതാണ്, സന്ധ്യച്ചിയും പോയതാണ്, എല്ലാരും പോയതാണ്. ഇവർക്ക് പോവും വേണം കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ പോണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പൂസ് വരുന്നവരെങ്കിലും പിടിച്ചു വെച്ചു. നമ്മള് മിഞ്ഞാത്ത വിശേഷത്തിൽ പറഞ്ഞാണോ അനിയന്റെ ഏട്ടന്റെ ഏട്ടന്റെ നിങ്ങളെ വീട് കുറെ ചോദിച്ചിട്ടുണ്ടാ അവിടെ ആൾക്കാർക്ക് അറിയാം, കുറെ ആൾക്കാർക്ക്. അപ്പൊ നിങ്ങളെങ്ങനെ പരിചയം എന്നൊക്കെ ചോദിക്കണ്ടോ അവിടുന്ന് വാട്സാപ്പിൽ വന്നിട്ട്. നമ്മളെ കൊറേ ആൾക്കാര് ആ ഭാഗത്തുണ്ട്. എന്താ പറയാ മറ്റേ എന്താ ചോലമുക്ക് അവിടെ നിന്നൊക്കെ ഉണ്ട്. ചോലമുക്കല്ലേ? ചേച്ചിന്റെ ഒരു ദിവസം പിന്നെ സത്യേച്ചി, പിന്നെ മൊറയൂരിന്ന് അവിടുന്ന് മിനിച്ചേച്ചി എല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അടുത്തമ്മേന്റെ വീട്ടിലേക്ക് വരുമ്പോ എന്തായാലും വരും. റോഡ് സൈഡിൽ തന്നെ, റോഡിന്റെ വക്കിന് തന്നെയാണ് വീട്. അപ്പൊ നമ്പറൊക്കെ ഉണ്ട്, സേവാണ്. അപ്പൊ ഞങ്ങള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കാണുന്നുണ്ട്, നമ്മളാരും കാണുന്നു അറിയണില്ലല്ലോ. അപ്പൊ എല്ലാരും ഒന്ന് കാണും ചെയ്യാലോ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അടുത്തമ്മേന്റെ വീട്ടിൽ പോകുമ്പോ നമുക്ക് എന്നും ഓരോരോ തിരക്കും കാര്യങ്ങളും അങ്ങനെയല്ലേ. അമ്മേനെ ഇട്ട് പോവാനും അമ്മേനെ കൊണ്ടുപോകാനും ഒന്നും പറ്റാത്ത അവസ്ഥയല്ലേ. അപ്പൊ ഇനി ഞങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് അമരട്ടെ, ഒന്ന് റെഡി ആവട്ടെ, എന്നിട്ട് പോണം. പോയി പോരാ നിക്കല്. പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ച് ഇരിക്കട്ടെ ഞങ്ങള് വിശ്രമത്തില്. ചോറുണ്ടോ? ഇന്ന് പോല നാളെ രാവിലെ എനിക്ക് കേറേണ്ടതാ. ഡ്യൂട്ടി കയറാളാണ്. എന്റെ അടുത്തേക്കാൻ വരും. ബാക്കിലൊരാളുണ്ട്, ബാക്കത്തെ ഒരാള് ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം. അങ്ങോട്ടേ ക്യാമറ തിരിക്കോന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒന്നും കാര്യമില്ല. ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, കടി ഉണ്ടാക്കണം. കടി എന്താന്ന് അറിയില്ല, കടിയൊന്നും നോക്കട്ടെ. അപ്പൊ ഞങ്ങൾ ചോറിട്ടിട്ട് വെറുതെ ഇവിടെ ഇങ്ങനെ ഉമ്മർത്ത് വന്നിരിക്കാണ്. കുറച്ച് അങ്ങനെ മഴയൊന്നുമില്ല, നല്ല രസമുള്ളൊരു കാലാവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്കുള്ളൂ മഴ. അപ്പൊ ഞങ്ങള് ചോറും ചിക്കനും, ഇന്ന് എന്താന്നറിയില്ല കുറച്ച് ചിക്കനൊക്കെ നമ്മള് കൊണ്ടുവന്നിരുന്നു. കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നലെ ചിക്കനോ മീനോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ. അപ്പൊ ഇന്ന് വാങ്ങാന്ന് പറഞ്ഞ് കുറച്ചേ കൊണ്ടുവന്നുള്ളൂ. എന്നാലും അതുകൊണ്ട് നമ്മള് ഭാഗ്യമുണ്ട്. അങ്ങനെ ചിക്കൻ കറി, ചോറും ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു. ഓലൊക്കെ എല്ലാരും കുറച്ചിട്ട് വരും. സന്ധിച്ച് ജോലി കഴിഞ്ഞാലും പെണ്ണ് സ്കൂളിട്ട് വരും. എല്ലാരും കണ്ടിട്ട് പോവാം. നാളെ ഒരാൾ കുറവായി നിക്കണേ. ഇതുവരെ കുറവുണ്ടല്ലോ, എപ്പോഴാണ് ഓന ഓടിയത്. നമുക്ക് ആദ്യം ചായ കുടിക്കല്ലേ. നമ്മളെ ചായക്കടിയാണ് ഉണ്ടാക്കണേ. കൈപ്പണ്യം കുറച്ച് ദിവസമായിട്ടുണ്ട്. എടുത്തമ്മ ഉണ്ടാക്കണേ. പൂള വെച്ചിട്ടാണ് കേട്ടോ. എന്നാലും നമ്മള് പൂള ബിരിയാണി പറഞ്ഞ പറയുന്നുണ്ട് എല്ലാരും. ഇതാപ്പൊ പൂള ബിരിയാണി, ഇതിന് നിങ്ങള് പൂള ബിരിയാണിയാന്ന് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. പക്ഷെ പൂള ബിരിയാണി എന്നാണ് പറയുന്നത്, ചിക്കൻ ഇട്ട് വെക്കണേന് അങ്ങനെയാട്ടോ പറയണേ. ഇറച്ചിയും പൂളയും വെക്കലമ്മ, അമ്മ പറയണ്ട. ഇറച്ചിയും പൂളയും അമ്മയ്ക്കും ഉണ്ടായിട്ട് ഇങ്ങനെ അമ്മയ്ക്കും ഉണ്ടായിട്ടേ കുടുങ്ങിണ്ട്. വർത്താനം പറയുന്നതിനും കുഴപ്പമൊന്നുമില്ല, പറയുന്നുണ്ട്, ആവശ്യത്തിനൊക്കെ പറയാ. പക്ഷെ ഈ പറഞ്ഞ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടേ ഇരിക്കണേ. അപ്പൊ ഞങ്ങള് പറയണ്ടാന്ന് പറഞ്ഞ് പിടിച്ചു വെക്കാണ്. ഞരമ്പിന് അല്ലേ അങ്ങനെ എന്തേലും ആയിക്കിട്ടി നമ്മളെന്നല്ലേ അനിയേട്ടൻ വിളിച്ചതല്ലേ. ഇതെന്ത് പുളെ ആമക്കാടന
എന്താ പേരറിയില്ല. കിച്ചൺ എന്ത് പൂളന്ന് പൊടിയുള്ള പൂളയാണ്. എന്താ പറയാ, ഇത് കടിക്കുമ്പോഴും പിന്നെ പൊട്ടിക്കുമ്പോഴും അറിയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ കൊത്തുമ്പോ തന്നെ ഒരു സൗണ്ടിലുണ്ടാവും. അതുണ്ടായാ അറിയാം അത് പൊടി ഉണ്ടോ ഇല്ലേന്ന്. ഇത് പച്ചത് ഉണ്ടാക്കുമ്പോ തന്നെ പച്ച തിന്നും അമ്മ. പക്ഷെ ഇപ്പൊ പച്ചതൊന്നും കടിക്കാൻ പറ്റൂല. മനസ്സിലാവും. ഉറപ്പുള്ളതൊന്നും കടിക്കരുത് പറഞ്ഞിട്ടുണ്ട്. ചെരുപ്പിട്ടിട്ട് അമ്മ പോയത്. എന്തൊക്കെ പരിപാടി ഇവർക്ക്? എന്തൊക്കെ പരിപാടി? ഇതുവരെ ഇത് കഴിഞ്ഞിട്ടില്ല. ഇവിടെ വേറെ ഓരോ വിഷയത്തേക്ക് നീങ്ങിപ്പോയി. അമ്മനെ ഇതെന്താ കൊണ്ടുവരണേ? എന്താ ഉണ്ടാക്കണേ? എന്തൊക്കെയാ പരിപാടി? ഭയങ്കര പണിയല്ല. അല്ല നാരാസോടെ എപ്പ പറയണ്ടേനെ? ഒന്നും തന്നിട്ടില്ല ഇതിലേക്ക്. ഉച്ചക്കത്തെ കഴിഞ്ഞു. ചിക്കന്റെ കറി കുറച്ച് ബാക്കിയുണ്ട്. നമ്മള് പൂള കൊത്തി മുറിച്ചതിന് ശേഷം കഴുകുന്നത് കേട്ടോ. അപ്പൊ ഏത് ഇതില് കഴുകലുണ്ട്. ചിലപ്പോ തൊലി കളഞ്ഞതിന് ശേഷം കഴുകലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കൊത്തി മുറിച്ചതിന്റെ ശേഷം കഴുകലുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കും എങ്ങനെയായാലും അതിനകത്ത് മണ്ണ് പോയി വൃത്തിയായ പോയത് പോരേന്ന് വിചാരിക്കും. പൂള ബിരിയാണി, അതായത് ചിക്കനും പൂളയും വെച്ചിട്ടുള്ള ഒരു സംഭവം അറിയില്ലേ? ചിക്കനും പൂളയും ആണ് അതില് പൂള ബിരിയാണി എന്ന് പേരിട്ട് വിളിക്കുന്നുണ്ട്. നാളെ പറഞ്ഞത് ഇതാണോ പൂള ബിരിയാണി, ഇതിനാണോ അങ്ങനെ പറയണേ പറഞ്ഞത്. അതാണ് ഞാൻ ചിക്കനും പൂളയെന്ന് പറയുന്നത് കേട്ടോ. ചിക്കനും പൂളയും പറയാൻ പറ്റൂല, എല്ലില്ലേ, എല്ലും പൂളയാണ് കേട്ടോ. മനുണ്ട് നാളെ റെഡിയാക്കാൻ പറഞ്ഞു കേട്ടോ. ആ ആയിക്കോട്ടെ, ഞാൻ കൊടുക്കും. ഇവിടെ ഉണ്ടൊക്കെ. അപ്പൊ നമ്മള് ഉണ്ടാക്കിയെന്നില്ലേ നാള് പൂള ബിരിയാണി എന്നിട്ട് അങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കണേ. ഏടത്തിയമ്മേന്റെ സ്റ്റൈല് വേറെയാണ്. ഞാൻ പറഞ്ഞ പോലെ അല്ലേ ഏടത്തിയമ്മ പറയണേ, ചോലമുക്ക് സ്റ്റൈലാണ്. നമ്മളുണ്ടാക്കിയപ്പോ ഉള്ളിയൊക്കെ ഇട്ടേന്നില്ലേ, ഇതില് ഉള്ളി പറയണില്ല, ഇഞ്ചി പറയണില്ല, വെളുത്തുള്ളി വേണമെന്ന്. അപ്പൊ ഞാൻ ചോദിക്കും ചിക്കൻ വേണ്ടേന്ന്. നല്ല രസമുള്ള പള്ളി ഉണ്ട് ചോലമുക്കില്ലേ? എന്താ കാണാൻ രസം പറയാം. കുറച്ച് വലിയ പള്ളിയാണോ? അല്ല, വളവില്. ആ വളവത്തെ എന്താ ഭംഗിയാണ്. ഞങ്ങള് കാണിച്ചു, നല്ല രസമുള്ള സ്ഥലം കാണാം ചോലമുക്ക്. ചോലമുക്ക് നിവാസികളെ എന്താ ഞങ്ങളവിടെ എത്തുമ്പോ പറയും ചോലമുക്ക് നിവാസികളെ പറയും. സിനിമയിൽ കണ്ടോ നല്ലത്, നമ്മൾ ആരെയും കളിയാക്കല്ല. രസം കൊണ്ട് പറഞ്ഞോ അവിടുത്തെ നല്ല ഭംഗിയാണ്. അപ്പൊ അതൊക്കെ ഞാൻ ദിവസം പോയിട്ട് ഞങ്ങൾ എടുത്തമ്മേ കുട്ടികളൊക്കെ പാടിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത്. എടുത്തമ്മേന്റെ വീട്ടിലുള്ള ഫുള്ള് നമ്മൾ എടുക്കുന്നുണ്ട്. എത്രക്കായി ചിക്കൻ വാങ്ങിയ? അതൊരു കിലോന്. 1 കിലോനാണ് എടുത്തമായി ചിക്കന്. ഇങ്ങനെ കിട്ടൂല നിങ്ങളവിടെ? ചിക്കൻ വാങ്ങുമ്പോ പിന്നെ ഞങ്ങള് പൂളയും വാങ്ങും, ഈ സാധനം വാങ്ങും. എല്ല് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങും. അപ്പൊ ഇതിങ്ങനെ പൂളയിട്ട് വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വാങ്ങണതാ. എല്ല് ഇതില് അങ്ങനെ മാംസം ഉണ്ടാവില്ല, അതായത് ഇങ്ങനെ എല്ലാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഈ പൂളിട്ട് വെക്കാൻ വേണ്ടിട്ടാണ്. ചിക്കന്റെ കുറഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, പക്ഷെ എന്താ മനുണ്ടാക്കി ഭയങ്കര ഇതാണല്ലോ. പേരു കുടിക്കാൻ തൻപോട്ടോ, നല്ല ഇതുണ്ട്. മതി. എന്തായി അപ്പൊ ചിക്കൻ ആക്കിയോ?
ഏടത്തിയമ്മേന്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മഞ്ഞളും മുളകും ഉപ്പും പിന്നെ ഈ വെളുത്തുള്ളി അത് കുത്തിയിട്ടിടുക. കൊറേ ഉണ്ടാക്കിയല്ലേ നമ്മള് ചെറുപ്പത്തില്. ഏടത്തിയമ്മേന്റെ ഫുഡ് നമ്മള് കൊറേ കഴിച്ചാട്ടോ വർഷങ്ങള്. കുക്കറിലിട്ട് വിസില് ആക്കാണ്. ഇവിടെ ആരാധ്യ ഇരിക്കുന്നുണ്ട്. ആരാധ്യക്ക് ഭയങ്കര മാറ്റിയ അമ്മ. ആരാധ്യ കുറച്ചാക്കിയാൽ മതി. പുറത്തേക്ക് ഒന്നായിട്ട് ഇങ്ങനെ വരുമ്പോൾ കുഞ്ഞു കുക്കറാണ്. കുറച്ചൊരു വലിയ കുക്കറുണ്ട്, പക്ഷെ അതൊന്ന് പുറത്തേക്ക് വിസിൽ വരുന്നില്ല. വീട്ടിലത്തെ വെള്ളം ഇതിന്റെ ഇതില്ലേ വെച്ച് കഴിഞ്ഞാല് ആകെ തളച്ചു പോവാ. ആണോ? എന്നോട് പറഞ്ഞേ, ആരെയും വീട്ടിൽ വന്നാൽ ഞാൻ എല്ലാവർക്കും കൊണ്ടും പണി ചേച്ചിമാര്. ഇതിന്റെ ഏടത്തിയമ്മയാണ്, ഏട്ടന്റെ. പിന്നെ വരുന്നത് ചേച്ചിമാരാണ്. സന്തോഷ് ചേട്ടന്റെ പെങ്ങന്മാര്, സ്വന്തം ചേച്ചിമാര് ആണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് പണിയെടുക്കും. ഒരു പാത്രത്തിൽ നിന്ന് വേണമെങ്കിൽ ചോറുണ്ണും. അങ്ങനെ കഴിഞ്ഞതാണ്. അപ്പൊ ഞാൻ എല്ലാരും പറഞ്ഞു ഷിജി ഓരൊക്കെ വരുമ്പോഴേക്കിന് പണിയൊക്കെ ഒരുക്കി വെച്ച് ഓർക്ക് വിളമ്പി കൊടുക്കേണ്ട ആളാണെന്ന്. അപ്പൊ ഓരെ കാത്തിക്കാണ് പണിയെടുക്കാൻ എന്നൊക്കെ പറഞ്ഞേന്നു. അപ്പൊ അത് ഭയങ്കര വിഷമമായിട്ടുണ്ട്. ഞങ്ങള് ഒരുമിച്ച് പണിയെടുക്കണതിന്റെ രസം വേറെ തന്നെയാണ്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും കൊണ്ടും അങ്ങനെയാണ് കേട്ടോ. ഇപ്പൊ ഞാൻ നേരത്തെ പണിയെടുക്കണേന് പറയോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതേ കുട്ടി പറഞ്ഞത് കേട്ടോ. ഈ ബിരിയാണി ഉണ്ടാക്കണത് അവിടുത്തെ സ്റ്റൈലിലൊന്ന് കാണിക്കുകയാണ്. അപ്പൊ അതൊന്നും നമുക്ക് തിന്നൊക്കെ ചെയ്യാലോ. വെച്ചിട്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യിപ്പിക്കണില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ചെയ്ത് പോവാണേ. ഹലോ, എന്ത് എന്താ പറയാ അവർക്കൊന്ന് പോണം നിർബന്ധം 5 മണിയില്. ചൂടല്ലേ തീരാണ്. അടിയോ എന്താ പരിപാടി? കുത്തി ഉടക്കല്ലേ? ഓക്കെ, നിങ്ങളെ കുക്കിംഗ് കണ്ടിട്ടില്ലല്ലോ ആൾക്കാരെ. ആ കച്ചറല്ലേ ചേച്ചി? നാരങ്ങ സോഡ ഉണ്ടാക്കലാണ്. ഈ നാരങ്ങത്തോട് ഞാൻ ഉപ്പിലിട്ട് വെച്ചാലേ പിന്നെ നമുക്ക് അച്ചാറ് ഉണ്ടാക്കാലോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ്. അപ്പൊ തിന്നിട്ട് പോയത് എപ്പോഴും ചോദിക്കുന്നതാ. ഞാൻ ഓരോന്ന് പറഞ്ഞാണ്ട് വെറുതെ ചിക്കൻ ഉണ്ടാക്കാൻ നിക്കണ്ട മുണ്ടണ്ട അതിനെ പറ്റി. കുഴപ്പമില്ലല്ലോ, നമുക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ട് നോക്കാം. അപ്പൊ ചിക്കനും ആയി, കൂടെയായി. ഇനി നമ്മളെ ചിക്കനെ ഇതിക്കാണ് ഒഴിക്കുക. അങ്ങനെ പണിയുള്ളൂ. ഇതുപോലെ വെള്ളം ഉണ്ടല്ലോ. അങ്ങനെ ചിക്കനും കൂടെ റെഡിയായി. ഇതന്നെ വാച്ചടി പണിയെടുത്തമ്മ. ഞാൻ പോവാൻ നിൽക്കുക. ഞങ്ങള് പോവും. കുട്ടികള് പോണ്ടാണ് വാസടിക്ക്. പണ്ട് സ്റ്റാൻഡ് ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ കൂടൊക്കെ എത്തുമ്പോഴേക്കും അത് അടക്കും. ഇത് ഇങ്ങടെ അടിക്ക് വെച്ചിട്ട് വെക്കാൻ പറ്റുമോ? അപ്പൊ നിർത്തണോ ചേച്ചി? എനിക്കൊക്കെ പോകാൻ അർജന്റായി. മഴയാണ്, നല്ല മഴ. നമ്മളെ വിശേഷം നിർത്തരട്ടോ. ഇപ്പൊ കലക്കി സെറ്റാക്കി ഞങ്ങൾ തിന്നട്ടേട്ടോ.
തിരക്കായതുകൊണ്ടാണ് അല്ല ഫുള്ള് കാണിച്ചിരുന്നു. ബൈ.